പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത് ഹാ എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്, എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്, ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെയുള്ള എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചിരുന്നു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെടികൾക്കും അതിൻ്റേതായ ഔഷധ ഗുണമുണ്ട് എന്ന്. സോളമന് തൻ്റെ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. അതിലൊന്ന് ദേവദാരു മുതൽ. ദേവദാരു നമുക്കറിയാം, ഒരു സുഗന്ധമുള്ളൊരു മരവൃക്ഷമാണ്. അതിൻ്റെ കാതൽ ഒത്തിരി ദേവദാരു തൈലം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ലങ്സിലെ ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ദേവദാരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പായൽ നമുക്ക് തോന്നും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നതാണ് പായൽ എന്ന് പറയുന്നത്. പക്ഷേ അതിനു വരെ ദൈവം ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് സോളമൻ തൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് നമുക്കൊന്നിനെയും അവഗണിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിനെല്ലാം ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. തൻ്റെ മകന് അതികഠിനമായ വയറുവേദനയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് സ്ഥലത്തില്ല. അപ്പോൾ ഈ സ്ത്രീക്കാണെങ്കിൽ പുറത്ത് പോയി പറയുന്ന ഔഷധം മേടിക്കാനുള്ള സാധ്യതയുമില്ല. ഈ കുട്ടിക്ക് ഏതാണ്ട് പ്രായം 3-4 വയസ്സാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് സാധാരണ അതികഠിനമായ വയറുവേദന എന്ന് പറയുന്നത് പൊതുവെ വരുന്നത് മിസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം വരുമ്പോഴാണ് കുട്ടികളിൽ അതികഠിനമായ വേദന വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗത്തിൻ്റെ പ്രത്യേകത വയറിൻ്റെ ഉദരകലകളിൽ വരുന്നൊരു നീർക്കെട്ടാണ്. ഈ രോഗമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ എന്ത് ഔഷധം ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ മല്ലിയെക്കുറിച്ചാണ്. മല്ലി നമുക്കറിയാം ഒരു ശീത ഗുണമുള്ള ഒരു ഔഷധമാണ്. നമുക്ക് കണ്ണിലൊക്കെ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മല്ലിവെള്ളം ഉറ്റിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വയറ്റിൽ വന്നിരിക്കുന്ന ഒരു നീർക്കെട്ടാണ്, ഒരു ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചൂടുണ്ടാവും, ഒരു റെഡ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇൻഫ്ലമേഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, നമ്മളൊന്നും ചെയ്യേണ്ട, ഈ വീട്ടിൽ മല്ലി ഉണ്ടെങ്കിൽ മല്ലിവെള്ളം തിളപ്പിക്കുക. മല്ലിവെള്ളം തിളപ്പിച്ച് അതിൽ കുറച്ച് കുട്ടിക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മല്ലിവെള്ളം ചൂട് മാറിയതിന് ശേഷം കോട്ടൺ തുണിയിലാക്കിക്കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ഇടാനായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഉദരത്തിൽ ഈ മല്ലിവെള്ളം ഇട്ട ഉടനെ തന്നെ ഏതാണ്ട് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടിയുടെ വേദന ശമിച്ചു. ഉടനെ തന്നെ അമ്മ തിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? ഈ വയറുവേദന കാരണം ഉടനടി ആശുപത്രിയിലേക്ക് പോകുന്നു, ഉടനടി ഒത്തിരി ടെസ്റ്റുകൾ ചെയ്യുന്നു, അഡ്മിഷൻ വേണ്ടി വരുന്നു, ഒത്തിരി കോംപ്ലിക്കേഷൻസിലേക്ക് പോകാമായിരുന്ന ഈ ഒരു ഡിസീസിനെ നമ്മുടെ ഒരു കൊച്ചു അറിവ് മൂലം തന്നെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിലും നമ്മൾ ഇതേപോലത്തെയുള്ള ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ചെടികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത് ഉത്തമഗീതത്തിൽ പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ്. ബൈബിളിൽ ഉത്തമഗീതം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ
സോളമൻ രചിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഉത്തമഗീതത്തിൽ പറയുകയാണ്. തൻ്റെ മണവാട്ടിയെക്കുറിച്ച് സോളമൻ പറയുന്നത് ഇപ്രകാരമാണ്: നീ ഒരു മാതളത്തോട്ടമാണ്, അതിലെ വിശിഷ്ട ഫലമാണ്. മാതളത്തോട്ടത്തിലുണ്ടാകുന്ന വിശിഷ്ട ഫലം എന്താണെന്ന് നമുക്കറിയാം, അത് മാതളഫലം തന്നെയാണ്. നാം ഈ ഒരു എപ്പിസോഡിലൂടെ ചിന്തിക്കുന്നത് മാതളഫലത്തിൻ്റെ, തൻ്റെ മണവാട്ടിയെ ഉപമിക്കാനായിട്ട് സോളമന് മറ്റൊന്നും കണ്ടില്ല. ഏറ്റവും മനോഹരമായിട്ട് സോളമന് വിവരിക്കാനായിട്ട്, ഉദാഹരിക്കാനായിട്ട് തോന്നിയത് മാതളഫലത്തെക്കുറിച്ചാണ്. അപ്പോൾ നാം ഈ ഒരു എപ്പിസോഡിൽ മാതളഫലത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാം മാതള നാരങ്ങ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. അതിന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം, അതിൻ്റെ ജ്യൂസ് നമ്മൾ കുടിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ജ്യൂസിനേക്കാൾ ഒരു പടി കൂടുതൽ ഈ മാതളത്തിൻ്റെ തോടിനുണ്ടോ എന്ന് പലപ്പോഴും ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികളോട് പറയും, നിങ്ങൾ മാതളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തോടും കൂടിയും എടുത്തു വയ്ക്കുക, സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും അത് ഉപകരിക്കുമെന്ന്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു മാതളത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്നും വിളിച്ചു. അവൻ്റെ ഒരു പ്രശ്നം, ഡോക്ടറെ കുറേ ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ്, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തല പൊളിയുന്ന പോലെ വേദനയുണ്ട്, എന്ത് ചെയ്യണം? അവർക്കറിയാം, അവനൊരു സാധാരണ ഒരു ജോലിക്കാരനാണ്. അവിടെ നിന്ന് മരുന്ന് മേടിക്കുക, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് പോലും അവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് പോലും വളരെയധികം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു, നീ ഒരു സൂത്രം ചെയ്യുക, നീ തൊട്ടടുത്ത കടയിൽ നിന്ന് ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് മാതളം മേടിക്കുക. മാതളം മേടിച്ച് അതിൻ്റെ അലികൾ ജ്യൂസ് അടിച്ച് കുടിക്കുക. ഒപ്പം തന്നെ ഈ മാതളത്തിൻ്റെ തോട് നീ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. ഇങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. അവൻ പറഞ്ഞു, ഒരാഴ്ച സ്ഥിരമായിട്ട് ഇത് ചെയ്തതിന് ശേഷം അവൻ ഈ തല പൊളിയുന്ന പോലെയുള്ള ഒരു വേദന അവനെ പൂർണ്ണമായിട്ടും വിട്ടുപോയെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, ഓൾറെഡി ഇവിടെ ചികിത്സയിൽ നമ്മുടെ രോഗികൾക്ക് വേണ്ടി ഈ മൈഗ്രെയിൻ മൂലം തലവേദന വരുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുന്ന ഒരു ഔഷധമാണ് ഈ മാതളം ചേർന്നിട്ടുള്ള ഔഷധങ്ങൾ. ആയുർവേദത്തിൽ മാതളത്തെ പറയുക ഡാഡിമം എന്നുള്ള സാൻസ്ക്രിറ്റ് നെയിമിലാണ് അറിയപ്പെടുക. അപ്പോൾ ഡാഡിമം ചേർന്നിട്ടുള്ള ഡാഡിമാതികൃതം എന്നൊക്കെ പറയുന്ന പല മരുന്നുകളും ഈ മാതളത്തിൻ്റെ ഔഷധ ഗുണം ഉപയോഗപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച് പരിചയമുള്ള ഒരു അടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്തിനോട് ഈ മാതളം ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു അനുഭവമുള്ളത്, ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സിക്കാറുണ്ട്. ഞാനൊരു 10-12 വർഷം മുമ്പ് ആദ്യമായിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി രോഗിയെ ചികിത്സിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വിട്ടുമാറാത്ത ചുമയുണ്ടായിരുന്നു, അതുപോലെ തന്നെ വന്ധ്യതയുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളും ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരൊറ്റ മരുന്ന് ഈ ഡാഡിമം തന്നെയായിരുന്നു. അപ്പോൾ ഈ വ്യക്തിക്കും ഞാൻ ഇതേ മരുന്ന് തന്നെ കൊടുത്തു. ഒരു 3-4 മാസത്തെ ഉപയോഗത്തിനുള്ളിൽ ആ വ്യക്തി സ്ത്രീ ആയിരുന്നു, അവൾ പ്രഗ്നൻ്റ് ആയി, അവൾക്ക് ഇന്ന് 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഫെർട്ടിലിറ്റി കേസുകൾ വരുമ്പോഴും ഞാൻ കാര്യമായിട്ട് ആശ്രയിക്കുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഈ മാതള നാരങ്ങ തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ദമ്പതികൾ എൻ്റെ അടുക്കിലേക്ക് അവരുടെ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത്. അവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വ്യക്തിയുടെ ഭാര്യ ആർത്തവം കഴിഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു, മെനോപോസ് കഴിഞ്ഞ വ്യക്തിയായിരുന്നു. അപ്പോൾ നാച്ചുറലി ലോജിക്കലി നമുക്കറിയാം ഈ വ്യക്തിക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഇവരുടെ ആവശ്യം, ഇവർ ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് വരുന്നത്. ഡോക്ടർ തന്നാൽ എന്തായാലും ഞങ്ങൾക്ക് മക്കളുണ്ടാകും. ഞാൻ പറഞ്ഞു, ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ദൈവത്തിന് ഏത് രീതിയിലും പ്രവർത്തിക്കാമല്ലോ. അവർ പറഞ്ഞത് അബ്രാഹത്തിന് മക്കളുണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസങ്ങൾ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ മനുഷ്യന് ഈ ഡാഡിമാതികൃതം എഴുതി കൊടുത്തു. ഈ മനുഷ്യൻ വായിച്ചിട്ട് വളരെയധികം സന്തോഷമായിട്ട് നോക്കി പറയുകയാണ്, ഡാഡി ആവാൻ ഡാഡിമാതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം, ഒരു ചിരി ഉണർത്തിയൊരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ഡാഡിമത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മ വരുന്ന ഈ ഒരു സംഭവമാണ്, മക്കളില്ലാത്തവർക്ക് ഡാഡി ആവാൻ ഡാഡിമാതി കഴിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു, ഒരിക്കലും ഒരു സ്ത്രീ അവരുടെ സ്വരം നഷ്ടപ്പെട്ട്, സ്റ്റേറ്റ് ലെവലിലെ ഗായികയായിരുന്നു, 1ാം സമ്മാനമൊക്കെ ഒരുപാട് വട്ടം മേടിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിനുശേഷം ഹൈ പിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വോക്കൽ നൊഡ്യൂളാണ് പ്രശ്നം. അല്ലെങ്കിൽ വോക്കൽ കോഡിനെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, വോക്കൽ കോഡിൽ അസിഡിറ്റി ഉള്ളവരിൽ വോക്കൽ കോഡിൽ കഫം ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ ആ വ്യക്തികൾക്ക് ഒരിക്കലും ഹൈ പിച്ച് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഉദരത്തിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഓരോ ഡ്രഗിനും ഓരോ പ്രത്യേകതകളുണ്ട്, ദൈവം കൊടുത്തിട്ടുള്ള പ്രത്യേക കൃപകളുണ്ട്. ഈ ഡാഡിമത്തിന് ദൈവം കൂടുതലായിട്ട് നൽകിയിട്ടുള്ളത് ഉദരവ്രണങ്ങളെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഉദര പ്രശ്നങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ തലവേദനയുടെ പ്രശ്നമാണെങ്കിലും അവിടെ നമ്മൾ ഡാഡിമത്തിലൂടെ ശരിയാക്കിയത് ഈ മാതളനാരങ്ങയിലൂടെ ശരിയാക്കിയത് ആ വ്യക്തിയുടെ ഉദര പ്രശ്നങ്ങളെയാണ്. ഉദരത്തിലുള്ള അൾസറിനെയും അസിഡിറ്റിയെയുമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ഈവൻ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വരുമ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് അവരുടെ ഉദരത്തിലുള്ള പ്രശ്നങ്ങളെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ തൻ്റെ സ്വരത്തിൻ്റെ പ്രശ്നവുമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവരുടെ അടിസ്ഥാന പ്രശ്നം സ്വരമാണ് നമ്മുടെ പ്രശ്നമെങ്കിലും നമ്മുടെ അസിഡിറ്റി വരുമ്പോഴാണ് വോക്കൽ കോഡിലെ തൊലികൾ പോവുകയും അവിടെ കഫം പറ്റിപ്പിടിക്കുകയും നമുക്ക് പിച്ചിലേക്ക് പോകാതിരിക്കും ഉള്ളത് എന്ന അറിവിൻ്റെ പുറത്ത് ഈ വ്യക്തിയിലും നമ്മൾ കൊടുത്തത് ഡാഡിമം തന്നെയായിരുന്നു, മാതളനാരങ്ങ തന്നെയായിരുന്നു. ഇതിൻ്റെ ജ്യൂസും ഇതിൻ്റെ തൊലി വെള്ളം വെച്ച് കഷായം വെച്ച് കുടിക്കാനൊക്കെ ആയിരുന്നു പറഞ്ഞു. അതിനുശേഷം കുറേ മാസങ്ങൾക്ക് ശേഷം ഈ വ്യക്തി ഒരു CD-യുമായിട്ട് അന്ന് വരികയാണ്. ഡോക്ടറെ, ഞാൻ പുതിയതായിട്ട് പിടിച്ച എൻ്റെ ആൽബമാണ്. അപ്പോൾ അത്രയും വർഷത്തെ അവരുടെ പാടാൻ പറ്റാതിരുന്ന വിഷമം അവർക്ക് മാറി. അവരിന്നൊരു നല്ല ഗായികയായിട്ട് ഇന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു മനോഹരമായൊരു വേറൊരു സന്ദർഭമുള്ളത് എൻ്റെ വീട്ടിലേക്ക് പണിക്ക് വന്ന ഒരു സ്ത്രീയുടെ ഒരു അനുഭവമാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപാനിയായി അതിനുശേഷം ആ വ്യക്തിക്ക് ആരോഗ്യമില്ല, ഫുൾ ടൈം കിടപ്പാണ്, നടക്കുവാനോ ജോലി ചെയ്യുവാനോ സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീ പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും മരുന്നുണ്ടോ, ഈ മനുഷ്യൻ ജോലിക്ക് പോകുന്നില്ല, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് ഈ ശക്തിപ്പെടുത്താൻ സാധിക്കുമോ? അപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത് അനുസരിച്ച് ഡാഡിമത്തിലെ ഒത്തിരി ഈ മാതളനാരങ്ങയിലെ വൈറ്റമിൻ സിയും അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പ്രത്യേക ഒരു കഴിവ് മാതളനാരങ്ങയ്ക്കുണ്ട് എന്നുള്ളത് ഒരുപാട് ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ത്രീക്ക് ഈ മാതളനാരങ്ങയുടെ ഈ ഒരു പ്രയോഗവും അതുപോലെ തന്നെ ഈ മാതളനാരങ്ങ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നെയ്യുണ്ട്, ഡാഡിമാതികൃതം എന്ന് പറയുന്ന ഒരു നെയ്യ്, അത് നമ്മൾ കഴിക്കാനായിട്ട് കൊടുത്തു. അതിന് ശേഷം ഈ മനുഷ്യൻ തളർന്നു കിടന്നിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ജോലി ചെറിയൊരു ഭാരം പോലും പൊക്കാൻ പറ്റാതെ കിടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. ഈ നെയ്യും ഈ മാതളനാരങ്ങയുടെ ഈ ഒരു പ്രയോഗമൊക്കെ ആയപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് നല്ല ആരോഗ്യം തിരിച്ചു കിട്ടുകയും പിന്നെ ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് തുടങ്ങി. ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പല തരത്തിൽ നമുക്ക് ഈ ഒരു മാതളനാരങ്ങയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു മുടി കൊഴിച്ചിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം എന്തുകൊണ്ട് മുടി കൊഴിയുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒത്തിരി എണ്ണകൾ നമ്മൾ പരീക്ഷിക്കാറുണ്ടെങ്കിലും മുടി കൊഴിയുന്നതിൻ്റെയും അടിസ്ഥാനം ഉദരം തന്നെയാണ് ഉണ്ടാവാറ്. അസിഡിറ്റി നമ്മുടെ ശരീരത്തിൽ കൂടുന്നു, അതിനനുസരിച്ച് മുടിയും ക്രമാതീതമായിട്ട് കൊഴിയാനായിട്ട് ആരംഭിക്കും. അപ്പോൾ മിക്കവാറും ഞാൻ ഡാഡിമം ചേർന്ന മരുന്നുകൾ തന്നെയാണ് അവിടെയും കൊടുക്കാറ്. ഇത് ഡാഡിമം കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ മാതളനാരങ്ങ കൊടുത്തു കഴിയുമ്പോൾ ഇവരുടെ മുടി പുതിയതായിട്ട് കിളിർത്ത് വരുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് തന്നെ പുതിയ അത് പ്രത്യേകതയാണ്, ഡാഡിമത്തിൻ്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ മാതളനാരങ്ങയുടെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഉള്ളിൽ നിന്നല്ല പലപ്പോഴും ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ മുടി വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മൈഗ്രെയിൻ ഈ എത്ര പഴക്കമുള്ള മൈഗ്രെയിൻ ആണെങ്കിലും ഈ ഒരു മാതളനാരങ്ങയുടെ വിവിധ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ സ്വരത്തിന് നമ്മൾ പറഞ്ഞു. തൈറോയ്ഡ് രോഗങ്ങളിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തിയിട്ടുള്ള ഒരു മേഖലയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അല്ലെങ്കിൽ അങ്ങനെ തൈറോയ്ഡ് TSH കൂടിയിരിക്കുന്ന അവസ്ഥ, ഹൈപ്പോ തൈറോയിഡിസം പറയുന്ന അവസരങ്ങളിൽ പലപ്പോഴും അവിടെയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം അസിഡിറ്റി പോലുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രോഗികളിൽ കാണാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഡാഡിമം അല്ലെങ്കിൽ മാതളം കൊടുത്തുകൊണ്ടാണ് ഇവരുടെ അസിഡിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതും അസിഡിറ്റി കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ ശരിക്കും തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായിട്ട് പ്രവർത്തനത്തിലേക്ക് വരുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രയോഗത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രവർത്തനം. നമ്മൾ എക്കോ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പലരുടെയും മിട്രൽ വാൽവ് സ്റ്റെനോസിസ്, ട്രൈകസ്പിഡ് വാൽവ് സ്റ്റെനോസിസ് എന്നൊക്കെ പറയും. നമുക്ക് ചെറിയ ജോലികൾ പോലും ചെയ്യാൻ പറ്റാതെ നടക്കുമ്പോൾ വലിയൊരു ആയാസം അല്ലെങ്കിൽ കിതപ്പ് അനുഭവപ്പെടുന്ന പല രോഗികളും കണ്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ ഡാഡിമ അല്ലെങ്കിൽ മാതളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നമ്മൾ പറഞ്ഞു. ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഉദരസംബന്ധമായ എല്ലാ അൾസറുകൾ അല്ലെങ്കിൽ അതിസാരം. ചില വ്യക്തികൾക്കുള്ളൊരു പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള പ്രശ്നങ്ങൾ. ഇവർക്കൊക്കെ ഏറ്റവും നല്ലൊരു പ്രയോഗം എന്ന് പറയുന്നത് മാതളത്തിൻ്റെ തോട് പൊടിച്ച് വെച്ചുകൊണ്ട് അത് സ്വല്പം തേനും ചേർത്തുകൊണ്ട് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഇൻറ്റസ്റ്റൈനെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ വ്രണങ്ങൾ, അൾസറുകൾ ഉണങ്ങാൻ ദൈവം ഒരു പ്രത്യേക ശക്തി മാതളത്തിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ തന്നെ ചിലരിലെ കുടൽ ഒട്ടിപ്പിടിക്കുക, ഇത്തരമൊക്കെ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് മാതളത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു വ്യക്തി എക്കിള് വരുന്നൊരു സ്വഭാവം നിർത്താൻ സാധിക്കുന്നില്ല. എത്ര മരുന്ന് കഴിച്ചിട്ടും എക്കിള് വരുന്നത് നിൽക്കുന്നില്ല. നമുക്കറിയാം, ഒരു അടുപ്പിച്ച് 1-2 ദിവസം എക്കിള് വന്നാൽ നമ്മൾ വളരെയധികം ക്ഷീണിതനായിട്ട് പോകുന്നൊരു സാഹചര്യമാണ്.
അതും പ്രധാനമായിട്ടും അസിഡിറ്റിയിൽ നിന്ന് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഡാഡിമം തന്നെ ഉപയോഗപ്പെടുത്തി സൗഖ്യപ്പെടുത്തായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഹൈപ്പർ ടെൻഷനെ മാനേജ് ചെയ്യാനായിട്ട്, അതായത് BP മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡാഡിമത്തിന് കൊടുത്തിട്ടുള്ളൊരു പ്രത്യേകത ഈ അസിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. രക്തക്കൊഴലുകളുടെ നഷ്ടപ്പെട്ട എലാസ്റ്റിസിറ്റി തിരിച്ചു പിടിക്കാൻ പ്രത്യേകമായിട്ട് ഡാഡിമത്തിന് അല്ലെങ്കിൽ ഒരു മാതളത്തിന് ദൈവം ശക്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ BP ഹൈ ആയിട്ട് നിൽക്കുന്നവരിൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു പ്രയോഗം, നിങ്ങളൊന്ന് പോയി ഈ സ്ഥിരമായിട്ട് കുറച്ച് നാൾ മാതള നാരങ്ങയുടെ പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ ചെയ്യുക, അതിനുശേഷം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റു മരുന്നുകളിലേക്ക് പോകാം എന്നുള്ളതൊക്കെ തന്നെയാണ്. അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന അവസ്ഥയുള്ളവർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ വ്യതിയാനങ്ങളുള്ളവർക്കും എല്ലാം എല്ലാത്തിൻ്റെയും നമുക്കറിയാം ഉദരമാണ് ഒരു അതിൽപ്പെട്ട എല്ലാ രോഗത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണമായിട്ടൊക്കെ വരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് വളരെയധികം പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റോളജിക്കൽ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ സൗന്ദര്യ വർധനവിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രയോഗം, നമുക്ക് എവിടെ നോക്കിയാലും ഒരു മാതള നാരങ്ങയുടെ തൊലി പൊടിച്ചുകൊണ്ട് അത് പുരട്ടാനോ അല്ലെങ്കിൽ എണ്ണയിൽ ചാലിച്ചുകൊണ്ട് അത് പുരട്ടുവാനൊക്കെ പറയുന്ന ഒത്തിരി പ്രയോഗങ്ങൾ നമ്മൾ ഇതിൻ്റെ തൊലിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ജ്യൂസ് തീർച്ചയായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ്, നമ്മുടെ വർണ്ണം കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ ഒരു കാർഷിക വർണ്ണം അല്ലെങ്കിൽ കറുത്ത വർണ്ണം കയറി വരുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ മാതളത്തിൻ്റെ ജ്യൂസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഈ ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മളെ വർണ്ണം നല്ലൊരു കാന്തി പ്രദാനം ചെയ്യുവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ മാതളത്തിൻ്റെ ജ്യൂസ് ഉപയോഗപ്പെടുന്നതായിട്ട് നമുക്ക് പരിചയത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോഴിങ്ങനെ അനേകം തരത്തിൽ ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉപയോഗങ്ങളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ മേഖലകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ അനേകം സാധ്യതകൾ നമുക്ക് മാതള നാരങ്ങയിലുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി മാതളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വിലയുള്ളതായ അതിൻ്റെ തോട് എടുത്തു കളയാതെ നമുക്ക് എടുത്തു വയ്ക്കാം. നമുക്കത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കിതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിലേക്ക് ഈ മാതളത്തിൻ്റെ വിവിധ പ്രാക്ടിക്കലി നമുക്കിത് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ സംസ്കരിച്ച് വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാം. നമ്മൾ മാതളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന മാതള നാരങ്ങ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാതളത്തിൻ്റെ തോട് ഉപയോഗിച്ച് ഒരു നെയ്യ് കാച്ചുന്നതാണ്. അപ്പോൾ ആ നെയ്യ് നമുക്ക് പ്രധാനമായിട്ടും കൃമിശല്യങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃമിയുടെ ബുദ്ധിമുട്ട്. രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര, അവർ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, കൃമി കടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മമാരെ എപ്പോഴും പറയാറുണ്ട്. അമ്മമാരെ ഒരു മെയിൻ കൺസേൺ ആണ്. അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെയ്യാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സ്വരം നഷ്ടപ്പെടുക, ടീച്ചേഴ്സിനും അതുപോലെ പാട്ട് പാടുന്നവർക്കൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ് സ്വരം നഷ്ടപ്പെടുക. അതിന് സഹായിക്കുന്നൊരു നെയ്യാണ്. അങ്ങനെ ഒത്തിരിയേറെ വയറിലെ കുടലിലെ വ്രണങ്ങൾ ഉണക്കുന്ന നെയ്യ്, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇത് ഓണാക്കാം ഗ്യാസ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നെയ്യ് നമ്മൾ ഉണ്ടാക്കണതിന് അതിനൊരു രീതികളുണ്ട്. അതായത് ഇതിപ്പോൾ മാതളത്തിൻ്റെ ഉണങ്ങിയ മാതളത്തിൻ്റെ തോട് നമ്മൾ എടുത്തിട്ട് അത് വെയിലിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കുക. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഇനി ഉപയോഗിക്കുന്നതാണ് ഇത് നെയ്യ്. ഇതൊരു 500 ഗ്രാം നെയ്യുണ്ട്, 1/2 കിലോ നെയ്യ്. അപ്പോൾ ഇത് എങ്ങനെ കാച്ചണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞ് ഇത് 1/4 ഭാഗമാണ് നമ്മളതിൻ്റെ ഈ തോട്, അതായത് മാതളത്തിൻ്റെ തോട് ഉപയോഗിക്കേണ്ടത്. നെയ്യ് ഇപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 4 ഇരട്ടി. ഇത് 500 ഗ്രാമാണുള്ളത്. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി വെള്ളവും അതിൻ്റെ 1/4 നമ്മൾ ഇപ്പോൾ മാതളത്തോടാണ്, ഇതിപ്പോൾ ഏത് ഡ്രഗാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മാതളത്തിൻ്റെ തോടാണ്. അപ്പോൾ നമുക്കത് ഇടാം.
ഇതെല്ലാത്തിനും പറ്റിയ, കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ നെയ്യാണ്. അപ്പം അമ്മമാർക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതെന്തിനാണ് ഇപ്പോൾ ഈ 4 ഇരട്ടി വെള്ളം ഒഴിക്കണത്? വെറുതെ ഇത് ഒഴിച്ചാൽ പറ്റില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ 4 ഇരട്ടി വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഈ തോടിൻ്റെ ഔഷധ ഗുണം, അതായത് ഈ മാതളത്തോടിൻ്റെ ഔഷധ ഗുണം ഈ നെയ്യിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ഇരട്ടി വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് സാധനവും നമ്മൾ നെയ്യിൽ കാച്ചിയെടുക്കാൻ നമുക്ക് പറ്റും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ തോടിടാം. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പൊട്ടിത്തെറിക്കാണ്ടൊക്കെ നോക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലേക്ക് ഈ ജഗ്ഗിലുള്ള വെള്ളം 2 ലിറ്റർ ഞാൻ അളന്ന് വെച്ചേക്കണതാണ്. അപ്പം അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. നെയ്യുടെ 4 ഇരട്ടി വെള്ളം, അതിൻ്റെ 4-1 മാതളത്തോട്. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതിലിങ്ങനെ പത വന്ന് ആ പത ശമിക്കുമ്പോഴാണ്. ഫേനോപശമനം എന്ന് പറയും. നെയ്യുടെ പാകം നമ്മൾ മനസ്സിലാക്കുന്ന പത ശമിക്കുമ്പോൾ നമുക്ക് നെയ്യ് പാകമായി എന്ന് മനസ്സിലാക്കാം. നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഔഷധ ഗുണം, ഈ തോടിൻ്റെ ഔഷധ ഗുണം ഈ നെയ്യിലേക്ക് ശരിക്കും അങ്ങ് ഇറങ്ങും. കണ്ട, ഇതിലിപ്പോൾ നിറയെ വെള്ളം കൂടെ വന്നുകൊണ്ടാണ് നെയ്യ് ഇത്ര കൂടുതലായിട്ട് തോന്നണത്. ഇത് കഴിയുമ്പോൾ, വെള്ളം വറ്റിക്കഴിയുമ്പോൾ, വറ്റിക്കണത് ഈ 500 ഗ്രാം ആയിട്ട് തന്നെയാണ് വറ്റിക്കണത്. നെയ്യുടെ അളവാക്കി തന്നെ വറ്റിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നെയ്യുടെ അളവ് കൂടും. എന്നിട്ട് ആ വെള്ളം വറ്റുമ്പോൾ നെയ്യുടെ അളവായിട്ട് തന്നെ വറ്റിക്കണം. എന്നിട്ട് അതാണ് ആ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് മാതളത്തിന് വേറൊരു പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ കളറുള്ള മാതളത്തിൻ്റെ തോല് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു തോട് അതിൻ്റെ ഇതിൻ്റെ ഈ മണികൾ നമ്മൾ എടുത്തിട്ട് ഈ സാധനം പയ്യെ ഇതുപോലെ ഇങ്ങനെ ചീന്തി ഇത് മാറ്റി, ഇത് പിന്നെ കഴുകി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ പരുവത്തിൽ ഉണങ്ങിയ മാതളത്തിൻ്റെ തളിരല്ല ഈ ഇതിൻ്റെ തോട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ മാതളത്തിൻ്റെ തോട് നമുക്ക് ഉണക്കി പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ കൃമിശല്യത്തിന് രാത്രി അത് ചെറുതായിട്ട് നന്നായി കഴുകി ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒരു 6 ഗ്രാം വെച്ചിട്ട് ഒരു 5 തൊട്ട് 6 ഗ്രാം വരെ കുഞ്ഞുങ്ങൾക്ക് രാത്രി കൊടുക്കുകയാണെങ്കിൽ, തേനിൽ ചാലിച്ച് കൊടുക്കുകയാണെങ്കിൽ, അവരെ നാവിലൊന്ന് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുക. അപ്പോൾ രാത്രി ഉണ്ടാകുന്ന കൃമിശല്യത്തിന് നല്ല പോലെ ആശ്വാസം കിട്ടും. കണ്ട, അതിൻ്റെ നിറം, നെയ്യുടെ കളറ് മാറി മാറി വരണത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചപ്പോൾ ഒരു മഞ്ഞ കളറിലായിരുന്നു. ഇപ്പോൾ ഈ തോടിൻ്റെ കണ്ടോ, അതിൻ്റെ തോടിൻ്റെ നിറവും മാറി വരുന്നുണ്ട്. ആ നെയ്യുടെ തോടിൻ്റെ ആ ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യണത്, ഈ നെയ്യിലേക്ക്. ഇതിപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി തെറിക്കണ്ട്, ദേഹത്തേക്ക് തെറിക്കാണ്ട് നോക്കണം, അല്ലെങ്കിൽ നല്ല പൊള്ളും. ഇത് എന്നാലും വെള്ളാംശം ഉണ്ട്. അത് ഇച്ചിരൂടെ വറ്റണം. നോക്കിക്കഴിഞ്ഞാൽ പത കുറഞ്ഞ് വരുന്നുണ്ട്. ഇച്ചിരൂടെ വറ്റാനുണ്ട്. ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കണം.
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പാകമാകുമ്പോഴത്തേക്കും ഏകദേശം വറ്റി കഴിഞ്ഞിട്ടില്ല, ആ സമയമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ തോടുകൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇത് വളരെ ലൂസായിട്ട് വളരെ സോഫ്റ്റായിട്ട് കിടക്കണുണ്ടോ. അപ്പം ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ നെയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളപ്പോൾ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് ഒന്ന് ഞെരടിയിട്ട് പിള്ളേർക്കൊക്കെ കുളിക്കണേൽ മുന്നേ തേച്ച് കൊടുക്കാറുണ്ട്. കണ്ടോ, ഇപ്പോൾ നേരത്തേനേക്കാളും പത കുറഞ്ഞു വരണുണ്ടോ. ഇതങ്ങനെ ഈ പത അങ്ങ് നിൽക്കും. ഇപ്പോഴാണ് അതിൻ്റെ പാകം. പത കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു തുടങ്ങും. അപ്പോൾ കരിയുണ്ടോയെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഔഷധ ഗുണം എല്ലാം ഈ നെയ്യിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെയ്ക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഗുണം ഉണ്ടെന്ന്, യോഗവാഹിത്വം എന്ന് പറഞ്ഞ ഗുണം. അതായത് നമ്മൾ എന്ത് വസ്തുക്കൾ നെയ്യിലിട്ടാലും നെയ്യോട് യോജിപ്പിച്ച് കഴിച്ചാൽ ആ നെയ്യുടെ ഗുണത്തിലേക്ക് ആ ഡ്രഗിൻ്റെ ഗുണം ആ നെയ്യിലേക്ക് കടക്കും. അതിൻ്റെ ആ പദം ഇങ്ങനെ നിന്ന് വരുന്നുണ്ട്. അതാണ് ഫേനോപശമനം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇതിൽ തന്നെ വെക്കരുത്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റണം. മാറ്റി കഴിഞ്ഞ് നമ്മളതൊരു ഏതെങ്കിലും അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലൂടെയോ നമ്മൾ അരിച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ച് സൂക്ഷിക്കുക. ഇതൊരു ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു 4, 5, 6 വയസ്സുള്ളവർക്ക് ഒരു ചെറിയ ടീസ്പൂൺ, അതായത് ഒരു 5 ml 5 ഗ്രാം വെച്ച് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക. വലിയ ആളുകളാണെങ്കിൽ വലിയ സ്പൂൺ, അതൊരു 10 ഗ്രാമിൻ്റെ സ്പൂണ് 10 ml അത്ര എടുത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക. ഒരിക്കൽ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, വിശുദ്ധിയുള്ളവനാകാൻ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഗുരു അവനോട് പറഞ്ഞ മറുപടി നമുക്കറിയാം, നീ ആഗ്രഹിക്കുക. അപ്പോൾ ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നു, രണ്ടാമത്തെ കാര്യം എന്താണ്? അപ്പോഴും ഗുരു അവനോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുക. വീണ്ടും അതേ മറുപടി കിട്ടിയപ്പോൾ മറ്റൊരു മറുപടിക്ക് വേണ്ടി അവൻ ചോദിക്കുന്നുണ്ട്, ഇനി മൂന്നാമത്തേതായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും ഗുരു നൽകുന്ന മറുപടി ഇത് തന്നെയാണ്, നീ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുക? നാം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുകയായിരുന്നു മാതളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഔഷധ ഗുണങ്ങളെക്കുറിച്ച്. ഒരിക്കലും ഈ ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഗുണങ്ങളല്ല നമുക്ക് മാതളത്തെക്കുറിച്ചുള്ളത്. നമ്മുടെ രോഗസാഹചര്യങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കാം. ഓരോ ചെടിയെക്കുറിച്ചും അനേകം റിസർച്ചുകൾ, അനേകം പഠനങ്ങൾ ഈ ലോകത്ത് നടന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ മാതളപ്പഴത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരായുസ് മുഴുവൻ പഠിച്ചാൽ തീരാത്ത അത്രമാത്രം അറിവുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഈ ഒരു അറിവ് ഈ ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂറുള്ള അറിവിൽ മാത്രം ഒതുക്കി നിർത്താതെ കൂടുതൽ ഈ ഔഷധത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ രോഗത്തിനനുസൃതമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നാം എത്രമാത്രം ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ജ്ഞാനം വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിത് പറഞ്ഞത്, ഇന്ന് നമുക്കറിയാവുന്ന ഒരുപാട് പേര് അവരുടെ രോഗത്താൽ വീടും പറമ്പും വിറ്റ് അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുന്ന അവസരത്തിൽ കാണുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നും, ദൈവമേ, ഇവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഒന്ന് അവരുടെ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഈ ഭൂമിയിൽ തന്നെ ദൈവം ഒത്തിരി ഔഷധങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അവർക്കെടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് ഇവർക്ക് വരികയില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ,
നാം കണ്ടത് വളരെ കുറച്ച് മാത്രമാണ്. ഇനിയും ഒരുപാട് നാം അറിയാനുണ്ട്. അപ്പോൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുക. ഏതു കാര്യം നേടണമെങ്കിലും തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമുക്ക് അതിന് വേണ്ട വഴികൾ തുറക്കും. ദൈവം ഒരുപാട് നിധികൾ പലയിടത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നാം കണ്ടുപിടിക്കുക തന്നെ വേണം. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.